Good afternoon, girls. Today we can discuss the vouching of cash book, that is the payment side of cash book. അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എങ്ങനെയാണ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് വൗച്ച് ചെയ്യുന്ന രീതിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓഡിറ്റർ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, വൈൽ വൗച്ചിങ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ദ ഓഡിറ്റർ ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഫസ്റ്റ് he should evaluate the internal check system in the organization. Okay, he should also see that all vouchers are relating to the business of the client, and it should be serially numbered and properly arranged, and all vouchers are properly dated. ഡേറ്റും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ പീരീഡിലെ വൗച്ചർ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഹി ഷുഡ് ഓൾസോ അതായത് പേയ്മെൻറ്റ്സ് ആർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ പേഴ്സൺ. അതായത് ഓഡിറ്റർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പേയ്മെൻറ്റ്സ് ആർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ പേഴ്സൺസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, payments are suitably classified and distinction has been made between capital and revenue. Then all payments are supported by documentary evidences and no fictitious payments are made. അതായത് ശരിക്കും എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുക എന്നല്ലാതെ ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, then he should also see that the amount appears in the voucher both in words and figures, and payments are received by right persons by verifying the signatures of pays. All these points should be considered while vouching the payment side of cash book. Okay, നമ്മൾ ഓരോ ഐറ്റമായിട്ട് നോക്കാൻ പോവുകയാണ്. വൗച്ചിങ് പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പം പേയ്മെൻറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൽ എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട്? ക്യാഷ് പർച്ചേസസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, വേജസ്, സാലറി, ഓൾ എക്സ്പെൻസസ് പെയ്ഡ്, ദെൻ വേറെ എന്തെല്ലാം, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ലോൺസ് റീപെയ്ഡ്, ദെൻ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് എക്സെട്ര. ഓരോ ഐറ്റം എങ്ങനെയാണ് വൗച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ക്യാഷ് പർച്ചേസസ്. അപ്പോൾ ഒരു ക്യാഷ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതിൽ എഴുതിയിട്ടുണ്ടാവും? ഇറ്റ് ഈസ് entered in the cash book. So a entry for cash purchases in cash book should be verified with suppliers invoices, and also see that the amount calculated is correctly entered after deducting trade discount. ചിലപ്പോൾ എന്തെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ ട്രേഡ് ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് വന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ വെരിഫൈ ദ ഗുഡ്സ് ഇൻവേർഡ് ബുക്ക് ടു സീ ദാറ്റ് ഗുഡ്സ് വെർ ആക്ച്വലി റിസീവ്. ഇനി വൗച്ച് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻ്ററി എവിഡൻസസ് ഫോർ ക്യാഷ് പർച്ചേസസ് എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ആവാം. അതായത് ക്യാഷ് മെമ്മോ ഇഷ്യൂഡ് ബൈ വെൻഡർ, ഇൻവോയ്സ്, പ്രോപ്പർ ഓതറൈസേഷൻ ഓഫ് പർച്ചേസസ്, ദെൻ പർച്ചേസ് റിക്വസിഷൻ, സപ്ലയേഴ്സ് കൊട്ടേഷൻ, പർച്ചേസ് ഓർഡർ, റിസീവിംഗ് റിപ്പോർട്ട്. ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുക യൂഷ്വലി ഇറ്റ് ഈസ് മെയ്ഡ് ത്രൂ ചെക്ക്. Therefore, the auditor should verify the bank statement and also receipt issued by creditors. അപ്പോൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് അതാണ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് മേ ബി എക്സാമിൻഡ് ബൈ എന്താ പറയുക റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ദി ക്രെഡിറ്റേഴ്സ് അതുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനിയിപ്പം ചിലപ്പം ഇഫ് ക്രെഡിറ്റർ ഇസ് പെയ്ഡ് എമൗണ്ട് ആസ് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ്, ദ ബാലൻസ് എമൗണ്ട് ഇഫ് എനി സ്റ്റാൻഡ്സ് ഇൻ ദി ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ദി ക്രെഡിറ്റർ, ദിസ് എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അതായത് ഫുൾ സെറ്റിൽ ഇപ്പം 5,000 റുപ്പീസിൻ്റെ സാധനം വാങ്ങിയിട്ടുണ്ട്, 4,500 അതാണ് ഫൈനൽ ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന 500 റുപ്പീസ് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇഫ് എനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ടു ക്രെഡിറ്റർ, ദാറ്റ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇഫ് എമൗണ്ട് ഇസ് പെയ്ഡ് ആസ് പാർട്ട് പേയ്മെൻറ്റ്, ഓൾസോ ചെക്ക് ദ ഒറിജിനൽ ഇൻവോയ്സസ് റിസീവ്ഡ് ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഏർലിയർ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഫ്രം ദി ക്യാഷ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം വേജസ്. വേജസ് കൊടുത്തിട്ടുള്ളത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ എല്ലാം വൗച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഓഡിറ്റർ ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. Okay, if internal control system is not efficient,
Detailed examination is required in respect of attendance of workers, bookkeeping, preparation of wage sheet and payment to wages. നേരെ മറിച്ചിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഒരു ഇഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ഓഡിറ്റർ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡിറ്റർ ഷുഡ് കളക്ട് ദീസ് പെർട്ടിക്കുലേഴ്സ് ഫ്രം ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ് അല്ലെങ്കിൽ ആദ്യം തന്നെ ഓഡിറ്റർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് മൊത്തം കിട്ടണം. And auditor should also examine the muster roll of workers, total hours worked, rate of wages, allowances paid, then bonus and incentives paid, etc. If auditor is satisfied with the internal control system, he may conduct some random checks and ensure the accuracy of വേജ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ വേജസ് വൗച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻട്രീസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ടോട്ടൽ ഓഫ് വേജ് ഷീറ്റ്. ഓക്കെ, അതായത് ഓഡിറ്റർ ഷുഡ് ചെക്ക് വെദർ ഓൾ കാൽക്കുലേഷൻസ് മെയ്ഡ് ഇൻ ദ വേജ് ഷീറ്റ്സ് are correct and the amount of check drawn for payment of wages for that period agrees with the total amount shown in the wage sheet. Okay. പിന്നെ വേജസിൻ്റെ സമയം ചിലപ്പോൾ ക്ലറിക്കൽ എറേഴ്സിനുള്ള സാധ്യത ഉണ്ടാവാം. പിന്നെ ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്, ചിലപ്പം കൂടുതൽ കൊടുത്തെന്ന് കാണിക്കാൻ വേണ്ടി ഓവർ സ്റ്റേറ്റ് ചെയ്യാം. ദെൻ ഓവർ സ്റ്റേറ്റിംഗ് ദ അവേഴ്സ് ഓഫ് വർക്ക്, ദെൻ കൺവേർഷൻ ഓഫ് അൺപെയ്ഡ് വേജസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം, അപ്പം മനസ്സിലായല്ലോ വേജസ് പേയ്മെൻറ്റിൻ്റെ സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത്. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ടു അവോയ്ഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ആഡിക്വസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, പേയ്മെൻറ്റ് ഓഫ് വേജസ് അറ്റ് ഹയർ റേറ്റ് ദാൻ അലൗഡ്, പേയ്മെൻറ്റ് ഷോൺ ടു എക്സ് വർക്കേഴ്സ് ഇൻ ദ കറൻറ്റ് മന്ത്, then lower or non-deduction of advance or other deductions due. അതേമാതിരി പേയ്മെൻറ്റ് ടു ഫിക്റ്റീഷ്യസ് വർക്കേഴ്സ്, വെറുതെ വേജസ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഫിക്റ്റീഷ്യസ് വർക്കേഴ്സിന് വേജസ് കൊടുത്തതായിട്ട് കാണിക്കുക. അതായത് ആരും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ വേജസ് കൊടുത്തതായിട്ട് കാണിക്കുക. അതാണ് ഫിക്റ്റീഷ്യസ് വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം സാലറി. അപ്പോൾ സാലറി പെയ്ഡ് ഫോർ എ പീരിയഡ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് the payroll or salary bill prepared and approved by responsible officer. അപ്പം എപ്പോഴും ക്യാഷ് ബുക്കിൽ ഈ സാലറി പെയ്ഡ് ഉണ്ടാവാം. ഈ സാലറി പെയ്ഡ് ഏതുമായിട്ടാണ് വൗച്ച് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ദി പേറോൾ ഓർ സാലറി ബിൽ. ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് എംപ്ലോയീസ്, details of their pay and particulars of allowances, leave availed of, increments, etc. അപ്പോൾ ഈ സാലറി ചെക്ക് ചെയ്യുന്ന സമയത്ത്, വൗച്ച് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അതായത് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും പീരീഡിൻ്റെ സാലറി കുറയ്ക്കാനുള്ള അങ്ങനത്തതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് ഓഫ് ന്യൂലി അപ്പോയിൻറ്റഡ് എംപ്ലോയീസ്, ചെക്ക് ദ ഡീറ്റെയിൽസ് വിത്ത് ദ കോപ്പീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർഡേഴ്സ്. എന്നാണ് അവർ ജോലിയിൽ ജോയിൻ ചെയ്തത്, ആ കറസ്പോണ്ടിങ് പീരീഡിൻ്റെ സാലറി തന്നെയാണോ കൊടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ദെൻ ഓഡിറ്റർ മേ ഓൾസോ മേക്ക് എ കമ്പാരിസൺ ഓഫ് ടോട്ടൽ സാലറീസ് മെയ്ഡ് ഫോർ ഡിഫറെൻറ്റ് മന്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. ദെൻ റെൻറ്റ് പെയ്ഡ് ആണ് നെക്സ്റ്റ് ഐറ്റം. ഇപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ് റെൻറ്റ്. സോ എൻട്രി ഫോർ റെൻറ്റ് പെയ്ഡ് ഷുഡ് ബി വൗച്ച്ഡ് ബൈ ചെക്കിംഗ് ദ റെസീപ്റ്റ്സ് ഇഷ്യൂഡ് ബൈ ദി ലാൻഡ് ലോഡ്. അതായത് റെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡിന് ആ റെൻറ്റ് കിട്ടുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന ഒരു റെസിപ്റ്റ് ഉണ്ടാവും. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ലീസ് എഗ്രിമെൻറ്റ് ലൈക്ക് ഏരിയ ടേക്കൺ ആസ് ലീസ്, ദെൻ എമൗണ്ട് ഓഫ് റെൻറ്റ് പേയബിൾ എക്സെട്ര. ഇപ്പോൾ റെസിപ്റ്റ് കിട്ടിയാൽ അത് ചെക്ക് ചെയ്യുക. അത് വെച്ചിട്ട് അത് കൂടാതെ ലീസ് എഗ്രിമെൻ്റ് എന്ന് മുതൽ ആണ് ഈ റെൻറ്റിന് എടുത്തിരിക്കുന്നത്, എത്ര കാലത്തേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഓഫീസ് എക്സ്പെൻസസ്. ഈ ഓഫീസ് എക്സ്പെൻസസ് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഈ ലൈറ്റിംഗ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഗ്രാം എക്സെട്ര ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി എക്സ്പെൻസസ് പെയ്ഡ് ആരെ ഓതറൈസ് ചെയ്തിരിക്കണം? റെസ്പോൺസിബിൾ പേഴ്സൺസ്. Okay, then traveling expenses, auditor should see that the traveling expenses are paid to eligible employees only. അതായത് എല്ലാവർക്കും ട്രാവലിംഗ് എക്സ്പെൻസസ് ഇല്ലേ? ഇപ്പോൾ സെയിൽസ് പേഴ്സൺസ് ആണെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തന്നെയാണ് ഈ ട്രാവലിംഗ് എക്സ്പെൻസസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾ ട്രാവലിംഗ് എക്സ്പെൻസസ് ആൻഡ് അലവൻസസ് പെയ്ഡ് ആർ ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ
persons. The amount paid should be checked with vouchers and traveling bills. The next item, commission paid. കമ്മീഷൻ പെയ്ഡ് അതായത് സെയിൽസ് ഏജൻസിനൊക്കെ കൊടുത്തിരിക്കുന്ന കമ്മീഷനാണ്. The calculation of commission can be checked by collecting details like amount of sales made, rate of commission, then terms and conditions of agreement with salesman, etc. Then directors fees. അതായത് കൺസിഡർ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഫീസ്. അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡയറക്ടർ റിസീവ്സ് ഫീസ് ഫോർ അറ്റൻഡിങ് ബോർഡ് മീറ്റിംഗ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് അത് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഫീസ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ വെരിഫിക്കേഷൻ ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ. ഡയറക്ടർ വരാതെ വാങ്ങിപ്പോയതാണോ എന്ന് അറിയില്ലല്ലോ, സോ അറ്റൻഡൻസ് രജിസ്റ്റർ ഷുഡ് ബി വെരിഫൈഡ്. ദെൻ വെരിഫിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് റിസീവ്ഡ് ഡ്യൂലി acknowledged by directors. All these അതായത് he should see that the amount of fees paid is in accordance with the agreement with the directors and subject to the provisions of articles of the company. The next item, interest paid. Interest on loans or debentures paid should be verified with interest receipts and loan agreements. അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്നത് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആണോ? അപ്പം ലോൺ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് കൗണ്ടർ ഫോയിൽസ് ഓഫ് ഇൻട്രസ്റ്റ് കൂപ്പൺസ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ഐറ്റം, ഡിവിഡൻഡ് പെയ്ഡ്. അതായത് ഇവിടെ ഓഡിറ്റർ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഷുഡ് വെരിഫൈ ദാറ്റ് ദ ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആർ കംപ്ലൈഡ് വിത്ത്. അതായത് ഡിവിഡൻസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ടു എലിജിബിൾ ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് മെയിൻറ്റെയിൻ ബൈ ദി കമ്പനി. അതായത് അദ്ദേഹം അത് നോക്കണം ആർക്കൊക്കെയാണ് ഡിവിഡൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആസ് പെർ ദ റേറ്റ്. അതേപോലെ ഹി ഷുഡ് എക്സാമിൻ ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് ഡിവിഡൻറ്റ് വാറണ്ട് ആൻഡ് bank statement for payment of dividend. The next item, purchase of fixed asset, land and building, plant and machinery ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ payment for fixed assets purchased is verified with documents such as correspondences with suppliers, purchase order, supplier invoice, etc. Where assets purchased require registration, ഇപ്പം ലാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വേണം. കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഓതറൈസിങ് പർച്ചേസ് ആൻഡ് ദ റെലവൻറ്റ് ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ദി അസറ്റ് ഷുഡ് ബി എക്സാമിൻഡ്. ദെൻ ഓഡിറ്റർ ഷുഡ് ഓൾസോ വെരിഫൈ വെദർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റിലേറ്റിംഗ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ കംപ്ലൈഡ് വിത്ത്. ഓക്കെ, അതായത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അസറ്റ് പർച്ചേസ് ചെയ്യും. പിന്നെ ചില സമയത്ത് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ലീസ് ഹോൾഡ് ആവാം. ഇഫ് പ്രോപ്പർട്ടി പർച്ചേസസ് ലീസ് ഹോൾഡ്, ഇൻ വിച്ച് കേസ് ദ ഓഡിറ്റർ പർച്ചേസസ് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടീസ് ഫോർ ദ സം പീരിയഡ്. അപ്പോൾ എത്ര കാലത്തേക്കാണ് ഈ ലീസിനെടുത്തിരിക്കുന്നത്? ഇഫ് പ്രോപ്പർട്ടി ഈസ് പർച്ചേസ് ത്രൂ എ ബ്രോക്കർ, ബ്രോക്കേഴ്സ് നോട്ട് ഷുഡ് ബി എക്സാമിൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം വെൻ company purchase fixed asset. The next item, vouching of purchase of investments. Auditors should see that investments are made only in approved securities. അപ്പോൾ ആദ്യം അതാ ചെയ്യേണ്ടത്, കമ്പനി പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. It is in approved securities. Then payment for investment should be vouched with reference to broker's contract note, investment register and physical certificate or evidences. അതായത് ഷെയർസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, ഷെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് വൗച്ച് ചെയ്യേണ്ടത്. Auditor should also verify whether investments are acquired at cum interest or ex interest and also consider the cost of investment is arrived at correctly. ഉറപ്പ് വരുത്തണം. അതേപോലെ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ആഡഡ് ടു കോസ്റ്റ്. അതേപോലെ തന്നെയാണ് ഫിക്സഡ് അസറ്റിനും ചെയ്യേണ്ടത്. ഇപ്പം എന്തെങ്കിലും ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒക്കെ ശരിക്കും അസറ്റ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ ആഡഡ് വിത്ത് ദി കോസ്റ്റ്. നെക്സ്റ്റ് ഇസ് ലോൺസ് റീപെയ്ഡ്. അതായത് ലോൺസ് റീപെയ്ഡ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത്. അതായത് ലോൺ എമൗണ്ട് തിരിച്ചടവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പരിശോധിക്കാം. അതേപോലെ പ്രൊവിഷൻസ് ഇൻ ദി ലോൺ അഗ്രിമെൻറ്റ് വിത്ത് ബാങ്ക്. ഇനി ഡിബെഞ്ചേഴ്സ് ഒക്കെ റെഡീം ചെയ്തതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് റെസീപ്റ്റ്സ് ഫ്രം ഡിബെഞ്ചർ ഹോൾഡേഴ്സ്.
Next one is insurance premium. ഇൻഷുറൻസ് പ്രീമിയം വൗച്ച് ചെയ്യുന്ന സമയത്ത് ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി, ദെൻ ഇൻഷുറൻസ് പ്രീമിയം റെസീപ്റ്റ്, ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ടു എനി ഒഫീഷ്യൽ ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയിലെ ഒഫീഷ്യൽസിനൊന്നും എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം ആവാൻ പാടില്ല. Okay, auditors should examine the policy certificate and premium receipt and also see that the premium is taken to cover the assets used by the business, and proposal for the policy or renewal is made by authorized persons. Next item, income tax paid. അതായത് ഓഡിറ്റേഴ്സ് ഇൻകം ടാക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് സൈഡിൽ ഇൻകം ടാക്സ് പെയ്ഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹി ഷുഡ് എക്സാമിൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ഇൻക്ലൂഡിങ് സർചാർജ്. അതായത് ടാക്സ് പെയ്ഡ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കൗണ്ടർ ഫോയിൽസ് ഓഫ് ബാങ്ക് ചലാൻ ആൻഡ് ഡിമാൻഡ് നോട്ടീസ് റിസീവ്ഡ് ഫ്രം ഇൻകം ടാക്സ് ഓഫീസർ. അതായത് ഡിഡക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ കറക്റ്റ് തന്നെയാണോ, വൈൽ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓൾ ഡിഡക്ഷൻസ് മെയ്ഡ് ആർ കറക്റ്റ്, ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ട ചുമതല ആർക്കാണ്? ഓഡിറ്റർക്കുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ബാങ്ക്. അതായത് ഇപ്പോൾ ഓൾ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ത്രൂ ബാങ്ക്. ചിലപ്പോൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നുണ്ടാവും, ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നുണ്ടാവും. സോ ദെയർ ഫോർ വൗച്ചിങ് ഓഫ് ദിസ് ഐറ്റം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് അടച്ചതാണെങ്കിൽ ഹി ഷുഡ് കമ്പയർ ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക്. ദെൻ പേയ്മെൻറ്റ് ഇൻ ടു ബാങ്ക് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് എ കൗണ്ടർ ഫോയിൽസ് ഓഫ് പേ ഇൻ സ്ലിപ്പ്. നമ്മൾ ബാങ്കിൽ എമൗണ്ട് അടയ്ക്കാൻ പോകുന്ന സമയത്ത് പേ ഇൻ സ്ലിപ്പ് ഉണ്ടാവുമല്ലോ, അത് വേണം. ദെൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് ടു ബാങ്ക് ബൈ ദ പാർട്ടി ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ബാങ്ക്സ് അഡ്വൈസ് നോട്ട്സ്. Then bank interest on deposit should be vouched with bank's advice note. Auditors should specially note the dates of deposit into bank. Then payment out of bank ആണെങ്കിൽ, പിൻവലിക്കുന്ന സമയത്താണെങ്കിൽ auditors should compare the cash book with passbook. Then direct payment by the bank should be vouched from the advice note of the banker. Bank charges can be vouched from bank's advice note, etc. Last item, പേയ്മെൻറ്റ് ഓഫ് പെറ്റി ക്യാഷ് എക്സ്പെൻസസ്. പെറ്റി ക്യാഷ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓഡിറ്റർ ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഫോർ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് ആൻഡ് ഓൾസോ വെരിഫൈ ഓൾ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഇൻ പെറ്റി ക്യാഷ് ബുക്ക് ആൻഡ് സപ്പോർട്ടഡ് ബൈ വാലിഡ് വൗച്ചേഴ്സ്. അപ്പോൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കുക, പിന്നെ എല്ലാം ഇതിലെ പെറ്റി ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. You should also check whether all items received in petty cash book are debited to respective expenses accounts in the ledger. Thank you.